സംവിധായകൻ കമൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കമൽ, മലയാളത്തിലെ അത്രത്തോളം പ്രിയപ്പെട്ട നടി, അമ്മ വേഷങ്ങൾ അനശ്വരമാക്കിയ മറ്റൊരു നടി ഇതുപോലെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു? പൊന്നമ്മ ചേച്ചി ഞങ്ങള് സിനിമാക്കാരുടെ എല്ലാവരുടെയും അമ്മ തന്നെയായിരുന്നു. കഥാപാത്രങ്ങളിലൂടെ സിനിമയിലെ അമ്മ മാത്രമായിരുന്നില്ല, സിനിമാ സെറ്റുകളിലും അമ്മ തന്നെയായിരുന്നു. അതായിരുന്നു പൊന്നമ്മ ചേച്ചിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാനൊക്കെ ഓർക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഞങ്ങളെയൊക്കെ മോനേന്ന് ചേർത്തിട്ടേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു അടുപ്പം എല്ലാവരുമായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു എന്താണ്, അഭിനേത്രിക്ക് അപ്പുറത്ത് സെറ്റിലെ എല്ലാവരോടും ഒരേമാതിരി എല്ലാവരെയും കാണുന്നു. ഇപ്പൊ ലൈറ്റ് ബോയ്സ് മുതൽ അതിന്റെ നായകനായിട്ടുള്ള ആൾക്കാരോട് വരെ അതേപോലെ ഇടപെടുന്ന ഒരാളായിരുന്നു. സിനിമയിൽ കഥാപാത്രങ്ങളിലൂടെ അമ്മയായിട്ട് മലയാളിയുടെ മൊത്തം ഒരു മാതൃഭാവം എന്ന് പറയുന്നത് കവിയൂർ പൊന്നമ്മയാണ്. ഒരുപക്ഷെ മലയാളികൾ ഒരു ജനറേഷൻ മൊത്തം അവരുടെ സ്വന്തം അമ്മമാരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് പൊന്നമ്മ ചേച്ചിയുടെ കഥാപാത്രങ്ങളിലൂടെ ഉള്ള അമ്മയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഓർക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കറിയാം. ആദ്യകാലത്ത് പ്രേം നസീറിന്റെ സ്ഥിരം അമ്മയായിരുന്നു. അന്ന് പ്രേം നസീറിനേക്കാളും പ്രായത്തിൽ കുറവുള്ള ആളാണ് പൊന്നമ്മ ചേച്ചി. പക്ഷെ പ്രേം നസീറിന്റെ അമ്മയായിട്ടായിരുന്നു എത്രയോ സിനിമകൾ. പിന്നീട് എനിക്കോട് മോഹൻലാലായിരിക്കും ഏറ്റവും കൂടുതൽ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. മോഹൻലാൽ എപ്പോഴും പറയാറുണ്ടല്ലോ, എന്റെ സ്വന്തം അമ്മയെക്കാളും കൂടുതൽ ഞാൻ അമ്മ എന്ന് വിളിച്ചിട്ടുള്ളത് പൊന്നമ്മ ചേച്ചിയാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മലയാളിയുടെ ഒരു മാതൃഭാവമായിട്ട് മലയാളികളുടെ മനസ്സിൽ എത്രയോ പതിറ്റാണ്ടുകൾ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു അഭിനേത്രിയായിരുന്നു പൊന്നമ്മ ചേച്ചി. നാടകത്തിലൂടെ, സംഗീതത്തിലൂടെയാണ് അവർ സിനിമയിലേക്ക് വന്നത്. നമുക്കറിയാം, പാട്ടുകാരും മികച്ച ഗായിക കൂടിയായിരുന്നു. ഒരുപക്ഷെ ബ്രാൻഡഡ് ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. കുറെ സിനിമകളിൽ അവര് ഒരേപോലെയുള്ള അമ്മ വേഷത്തിലേക്ക് വന്നപ്പോ പ്രത്യേകിച്ച് ത്യാഗവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന അമ്മ, അമ്മയുടെ പല വൈവിധ്യമാർന്ന മുഖങ്ങൾ അവർ അവതരിപ്പിച്ച ചിലപ്പോൾ ഒരു പക്ഷെ കുറവായിരിക്കും. ഒരുപക്ഷെ പിന്നെ സുകുമാരി ചേച്ചിയുടെ പോലെയോ അല്ലെങ്കിൽ ലളിത ചേച്ചിയുടെ പോലെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അമ്മമാർ കുറവായിരിക്കും. എപ്പോഴും സ്നേഹത്തിന്റെ ഒരു നിറകുടമായിട്ടുള്ള അമ്മ തന്നെയായിരുന്നു. പക്ഷെ അതിന് വേറൊരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം.